പോത്തുണ്ടി ബസ് അപകടത്തിൽ മരിച്ച ജയന്തിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ. പരിക്കേറ്റവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും. അപകടവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തും. പരിക്കേറ്റവരിൽ 10 ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടെന്നും ഇവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബസിൽ 72 പേരാണ് ഉണ്ടായിരുന്നത്. ഓവർലോഡ് ആയിരുന്നില്ല. ഉടൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റീഫർബിഷ് ചെയ്ത് KSRTCയുടെ കൂടുതൽ ബസ്സുകൾ സർവീസിന് സജ്ജമാക്കുന്നുണ്ട്. MLA-മാരുടെയും വിവിധ സംഘടനകളുടെയും സഹായത്തോടെ കൂടുതൽ KSRTC ബസ്സുകൾ വാങ്ങാൻ ശ്രമം ആരംഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. വലിയ ഓവർലോഡൊന്നും വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു 2 വീലറിന്റെ മറ്റോ കണ്ടതിന്റെ തുടർന്ന് വണ്ടി ഒന്ന് വെട്ടിച്ചു. അപ്പോൾ മരത്തിൽ പോയി ഇടിക്കുകയാണ്. അതില് പ്രായമുള്ള ജയന്തി വനിതയാണ്. ഒരാൾക്ക് റിബ്സിന് ഉള്ളതുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും പരിക്കുകൾ ഇവിടെ ട്രീറ്റ് ചെയ്യാവുകയുള്ളൂ. 26-27 പേര് ട്രീറ്റ്മെന്റ് എടുപ്പിക്കുന്നവരൊന്നും കൂടുതൽ ആശുപത്രി കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമില്ല. മാക്സിമം 8-10 പേർക്കാണ് ചികിത്സ ആവശ്യമുള്ളത്. ഉണ്ടാവും. ഞാൻ അവിടെ പോവാതിരുന്നത്, അവിടെ ആരുമില്ല. ഞാൻ ഇവിടെ വരുന്നതിന് പകരം അവിടെ ആരുമില്ലാതെ ഒരു മരത്തിലിടിച്ച ബസ് കാണാനായിട്ട് എത്രയോ കിലോമീറ്ററുകൾ പോകണം. വേണ്ടേ ഇവിടെ നിൽക്കല്ലേ വേണം. കളക്ടറെ മറ്റേ എല്ലാം കൂട്ടി കാര്യങ്ങൾ ചെയ്യല്ലേ വേണം. അതിന്റെ പകരം ഞാനൊരു കാരണത്തിൽ നടന്ന സ്ഥലത്ത് പോയിട്ട് ഇടിച്ച ബസ് തിരക്കിട്ടാൻ നമ്മുടെ ബസ്സുകൾക്ക് കുറവുണ്ടെങ്കിലും നമ്മൾ കഴിയുന്നത് ഇപ്പൊ ബസ്സുകളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. റീഫർബിഷ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് കുറെ കാലമായിട്ടൊന്നും നടന്നുകൊണ്ടിരുന്നില്ല. അതിന്റെ എഞ്ചിനും അതുപോലെ തന്നെ എല്ലാം ഓവറോൾ ചെയ്യാന്ന് പറയില്ലേ ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ പണികളും ഒരുമിച്ച് നടത്തി അതിനെ ഒന്ന് പുതുക്കി പണിയുന്ന ഒരു പ്രോസസ്സ് ഇപ്പൊ 10 ബസ്സിന്റെ പണി അങ്ങനെ കുറെ കാലമായിട്ട് അതൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ഉള്ള ബസ് ഇറക്കാതിരിക്കാനും പറ്റില്ല. കാരണം അത് യാത്ര ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം. 24 hours നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു. UTV ന്യൂസ്, പാലക്കാട്.